ഹായ്, ഞാൻ സുധാമഴമേഘമാണ്. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. നമ്മള് ക്രിസ്തുമസിനൊക്കെ ബീഫിന്റെ കൂടെയും എല്ലാ നോണിന്റെ കൂടെയും നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന വട്ടയപ്പം. നമ്മൾക്ക് അതിന്റെ കൂടെ അല്ലെങ്കിലും വെറുതെ നമ്മൾക്ക് ചായക്കൊപ്പോ സ്നാക്സ് ആയിട്ടൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എളുപ്പത്തില് തേങ്ങാപ്പാലൊന്നും എടുക്കാതെ നേരിട്ട് തന്നെ എല്ലാം ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ ഞാൻ കാണിച്ചു തരാം. വരൂ. ഒരു 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുമല്ലോ, ആ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാനായിട്ടാണ് ഞാൻ ഈ അളവ് പറഞ്ഞു തരുന്നത്. 1/2 കിലോ പൊടി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങന്റെ പകുതി ചിരകിയതാണ് ഈ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു 3-4 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിനൊരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് കുറച്ച് കുറവാക്കണം എങ്കിൽ കുറവാക്കാം. പിന്നെ ഈസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമ്മൾക്ക് ഈ കൂട്ടുകളൊക്കെ ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ നമ്മൾക്ക് ആദ്യം തന്നെ മിക്സിയിലോട്ട് ഈ നാളികേരവും ഒരു വെളുത്തുള്ളിയും ഈ ഏലക്കായയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ കൂട്ടുകളെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നമ്മൾക്ക് ഇനി അടുത്തൊരു പരിപാടി കൂടി ഉണ്ട്. നമ്മൾക്ക് ഈ അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 2 സ്പൂൺ അളവിൽ, ഞാൻ വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കുറുക്ക് കാച്ചി കൊടുക്കുമല്ലോ, അതുപോലെ ഇതിനെ ഒന്ന് കാച്ചിയെടുക്കണം. കപ്പി കാച്ചുക എന്നും പറയും. ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ഈ മധുരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കുറുക്കിയെടുക്കണം. ഇത്രയും മതിയാവും. ഇതാ കണ്ടില്ലേ, നമുക്ക് കുറുക്കുമ്പോൾ കട്ടിയായിട്ട് വരുന്നോളൂ. അപ്പം നമ്മൾക്കിത് കപ്പി കാച്ചി എടുക്കാം. അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾക്കൊന്ന് കുറുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കുറുക്ക് കാച്ചാൻ വെച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾക്കിത് അടുത്തതായിട്ട് നന്നായിട്ട് ഇത് തണുക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ അരിപ്പൊടി കൊണ്ട് കപ്പി കാച്ചിയത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ അരിപ്പൊടി ബാലൻസ് ഉള്ളതുണ്ടല്ലോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ചെടുത്ത കൂട്ട് ഓർമ്മയില്ലേ, നാളികേരം, ഏലക്കായ, പഞ്ചസാര, വെളുത്തുള്ളി, ഈ കൂട്ടുകൂടെ നമ്മൾക്ക് ഇതിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി മാവിൻ്റെ രൂപത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. ധൃതിയില്ലാതെ സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ആ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുമ്പോഴേക്ക് ഈ മാവിനൊരു പ്രത്യേക മണമാണ്. കൂടുതൽ മസാലൻ്റെ മണവും അല്ല, ഭയങ്കര മണം പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ചെയ്ത് നോക്കൂ. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് അറിയാം. എന്തൊക്കെ മണമാണ്, രുചിയാണ് വരുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മൾ അരച്ച കൂട്ടെല്ലാം കൂടെ ഇതുപോലെ ഒരു ഇത്തിരി വലിയ പാത്രത്തിൽ തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെക്കണം. ഇത് കുറച്ച് പൊങ്ങി വരാനുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മാവൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്കതൊരു 3 മണിക്കൂറിൽ കൂടുതൽ, നമ്മുടെ തണുപ്പ് കാലമാണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾക്ക് വേണം പുളിച്ച് പൊങ്ങി വരാൻ. കുറച്ച് സമയം അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, 4 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾക്ക് ആ മാവ് എങ്ങനെ പൊന്തി വന്നിട്ടുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിരിക്കണ കണ്ടില്ലേ? ഇതാ ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ആ ഒരുപാട് പതഞ്ഞ് പൊങ്ങിയത് വറ്റിപ്പോകരുത്. ഒരു പ്ലേറ്റിൽ നെയ്യ് വൃത്തിയായിട്ട് തടവി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വേഗം വെന്തും കിട്ടും. ഈ പ്ലേറ്റിലേക്ക് ഉയർന്ന് നല്ല കറക്റ്റായിട്ട് വരികയും ചെയ്യും. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾക്കത് അടച്ചും വെക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. അതുവരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വട്ടയപ്പമൊക്കെ സെറ്റ്
സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ വലിപ്പത്തിലുള്ള വട്ടയപ്പം ഇപ്പം സെറ്റാവാൻ വെന്ത് കിട്ടാനായിട്ട് ഒരു 15 മിനിറ്റ് സമയം എടുത്തു. അപ്പോൾ നമ്മുടെ വട്ടയപ്പമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾക്കത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പ്ലേറ്റിലൊന്നും അത്ര ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വട്ടയപ്പം മുറിച്ചെടുക്കാം. നല്ല മണം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, രുചിച്ച് നോക്കുക. ക്രിസ്തുമസ് ആവാനൊന്നും നിൽക്കണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കി കഴിക്കാൻ തോന്നും. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.